നമസ്കാരം. ഏകാദശികളിൽ വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. 2025 സ്വർഗവാതിൽ ഏകാദശി ജനുവരി 10 എല്ലാ ഹൈന്ദവ വിശ്വാസികളും പ്രത്യേകിച്ച് വിഷ്ണു ഭക്തർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുക്കേണ്ടതായ ഏകാദശി കൂടിയാണ് ഇത്. സ്വർഗവാതിൽ ഏകാദശി ഒരു തിഥി വ്രതമാണ്. അതുകൊണ്ട് ഏകാദശി ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള കാലയളവാണ് വ്രതം ആചരിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ മോക്ഷമുണ്ടാകും എന്നാണ് വിശ്വാസം. ഈ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് മുൻപിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും വിശ്വാസമുണ്ട്. ഈ ദിവസത്തെ വിഷ്ണു ക്ഷേത്രത്തിനും ചില പ്രാധാന്യമുണ്ട്. മുൻവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റൊരു വാതിലിലൂടെ പുറത്ത് കടക്കുന്നത് സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്ന് പറയപ്പെടുന്നതാകുന്നു. ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി എന്നാണ് എന്നതിനെ ചൊല്ലി ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഒട്ടുമിക്ക കലണ്ടറുകളിലും ജനുവരി 10 സ്വർഗവാതിൽ ഏകാദശിയായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ചില കലണ്ടറുകളിലും അമ്പലങ്ങളിലും ജനുവരി 9 സ്വർഗവാതിൽ ഏകാദശി എന്നും പരാമർശമുണ്ട്. ഏകാദശി ദിവസം തന്നെ എടുക്കേണ്ടതിനാൽ കൃത്യമായി ഏത് ദിവസമാണ് ഏകാദശി വരുന്നത് എന്നറിഞ്ഞ് വ്രതം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഫലം ലഭിക്കൂ. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പഞ്ചാംഗം അനുസരിച്ച് ജനുവരി 8 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:26 ശേഷം ദശമി ആരംഭിക്കുന്നതാണ്. പിറ്റേ ദിവസം ജനുവരി 9 12:23 വരെ ദശമിയാകുന്നു. അതിനുശേഷം ഏകാദശി ആരംഭിക്കും. ജനുവരി 10 രാവിലെ 10:21 വരെ ഏകാദശിയാണ്. ഇതിനാൽ ജനുവരി 9 ഒരിക്കലും 12:23 മുൻപായി തന്നെ അരിയാഹാരം കഴിച്ച് ഒരിക്കലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യം ഓർക്കുക. പാരണ വീടേണ്ടതായ സമയത്തിനും പ്രാധാന്യമുണ്ട്. ജനുവരി 11 രാവിലെ 6:40 മുതൽ രാവിലെ 8:22 വരെയാണ് പാരണ വീടേണ്ടതായ സമയം. അതിനാൽ തന്നെ ഈ സമയം തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഹരിവാസര സമയത്തിനും പ്രാധാന്യമുണ്ട്. ഹരിവാസര സമയം വരുന്നത് ജനുവരി 10 വെളുപ്പിന് 4 മണി മുതൽ വൈകുന്നേരം 3:50 വരെയുള്ള സമയമാകുന്നു. ഈ സമയത്തിന് പ്രാധാന്യം നൽകണം. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. അതിനാൽ സുപ്രധാനമായ സമയമാണ്. വ്രതം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ സമയം ഉറങ്ങാതെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. കൂടാതെ ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷമായ മന്ത്രം 108 ജപിക്കുക. സാധിക്കുന്ന അത്രയും ജപിക്കാം. സാധിക്കാത്തവർ 108 എങ്കിലും ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം 108 ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ഭാഗവത പാരായണം, ഭഗവത്ഗീത എന്നിവ ഈ സമയം പാരായണം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇത് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജനുവരി 11 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിരാവിലെ 3:50 വരെയാകുന്നു. ഈ സമയം ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയത് ധനുമാസത്തിലെ ഏകാദശിക്കാണ് എന്നാണ് വിശ്വാസം. ഈ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കും എന്നും വിഷ്ണുപാദം പൂകും എന്നാണ് വിശ്വാസം. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന ഏകാദശി വ്രതം കൂടിയാണ് ഇത്. സ്വർഗം എന്നാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമെന്നും അർത്ഥമാക്കാം. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ലഭിക്കുവാൻ സ്വർഗവാതിൽ ഏകാദശി വ്രതം നിങ്ങൾക്ക് സഹായകരമായി തീരും. ഈ ദിവസം ഗുരുവായൂരിലും മറ്റ് വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മക്കളുടെയും സന്തതി പരമ്പരകളുടെയും ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമം കൂടിയാണ് ഈ കാര്യങ്ങൾ. അഥവാ അവരുടെ നന്മയ്ക്ക് വേണ്ടി എടുക്കാവുന്ന ഏറ്റവും ശുഭകരമായ വ്രതം കൂടിയാകുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും
ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും തെറ്റായ ചിന്തകളിലേക്ക് കടക്കുവാൻ പാടുള്ളതല്ല. എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ്. വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം ഭഗവാന്റെ നാമങ്ങൾ, മുൻപ് പരാമർശിച്ചതായ നാമങ്ങൾ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഒരിക്കലും തിരക്ക് പിടിച്ച് ദർശനം നടത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അല്പസമയം ക്ഷേത്രത്തിലിരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക. ഇന്നേ ദിവസം നാരായണ എന്ന് പറയുന്നത് പോലും അത്രമേൽ വിശേഷമാണ്. ഭഗവാന്റെ നാമങ്ങൾ 108 ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷവും പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതുമായ കാര്യങ്ങളാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് നിങ്ങൾക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ സമർപ്പിക്കുന്നതും വിശേഷമാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഫലങ്ങൾ, മാമ്പഴം എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നതും നെയ്യ് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ഈ വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി ഭവിക്കും. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദേഷ്യം നിങ്ങൾക്ക് വന്നു ചേരാം. ആ ദേഷ്യങ്ങൾ പരിപൂർണമായും ഒഴിവാക്കി, അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ ദിവസങ്ങൾ കൂടിയാകുന്നു. ഒരിക്കലും മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുകയോ അവരെ വാക്കുകൾ കൊണ്ട് നോവിക്കുവാനോ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ കാര്യങ്ങളായി മാറും. അതിനാൽ തന്നെ സൽപ്രവർത്തികൾ ഇന്നേ ദിവസം ചെയ്യുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകുന്നതും മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഒരിക്കലും നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നോവിക്കുവാനോ പാടുള്ളതല്ല. അതും അതീവ ദോഷകരമായി ഭവിക്കും. ഇന്നേ ദിവസം തീർച്ചയായും ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ പലരും വിദേശത്ത് ഉള്ളവരായിരിക്കാം. അവർക്ക് ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് മുൻപ് പരാമർശിച്ചതുപോലെ ആ വസ്തുക്കൾ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ഉരുവിടുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും. സാധിക്കുന്ന ഏവരും വ്രതം കൂടി അനുഷ്ഠിക്കുക.